അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകൾ ഒരിക്കലും കീഴടങ്ങലല്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഇറാനിലെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ദേശീയ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുമുള്ള മാർഗമാണ് ചർച്ചകളെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുദ്ധക്കെടുതികളിൽ തകർന്ന പ്രദേശങ്ങളുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാൻ ജനതയുടെ അവകാശങ്ങൾ നേടിയെടുക്കുക, നമ്മുടെ ദേശീയ താൽപര്യങ്ങൾ ആധികാരികമായി സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ചർച്ചകൾ എന്നതിനർത്ഥം കീഴടങ്ങുക എന്നതല്ല എന്നും പെസഷ്കിയാൻ പറഞ്ഞു. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ല ും ഇറാൻ കൃത്യമായ നിലപാടുകളോടെയാണ് മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തിന്റെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ നയതന്ത്ര നീക്കങ്ങൾ തുടരുമെന്ന ശക്തമായ സൂചനയാണ് പ്രസിഡന്റ് നൽകുന്നത്. ഇറാനിലെ ജനങ്ങളുടെ നിയമപരമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ നയതന്ത്ര ചർച്ചകൾ പ്രയോജനപ്പെടുത്തും. യുദ്ധം മൂലം തകർന്ന പ്രദേശങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം അമേരിക്കയുടെ നിർദ്ദേശങ്ങളിൽ ഇറാന്റെ പ്രതികരണം ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. എന്നാൽ മറുപടി എപ്പോൾ കൈമാറുമെന്നത് സംബന്ധിച്ച് ഇറാന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണമൊന്നുമില്ല. ശത്രുവിന്റെ ഏത് നീക്കവും നേരിടാൻ രാജ്യം സജ്ജമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് വ്യക്തമാക്കി. ഇതിനിടെ ഇറാൻ സംഘർഷം ഉടൻ തീരുമെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതേസമയം US ആക്രമണത്തിൽ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നതിനിടെ ഖമനേയിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ഇറാൻ പ്രസിഡന്റ് അറിയിച്ചു. ഇറാൻ ടെലിവിഷൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് പ്രസിഡന്റിന്റെ അവകാശവാദം. എന്നാൽ കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല. ഇസ്ലാമിക് റിപ്പബ്ലിക് മേധാവിയായി ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ പൊതുപരിപാടികളിൽ മുജ്തബ പങ്കെടുത്തിരുന്നില്ല. ആയത്തുള്ള അലി ഖമനേയി കൊലപ്പെടുത്തിയ US-ഇസ്രയേൽ ആക്രമണത്തിൽ മുജ്തബ ഖമനേയിക്ക് ഗുരുതരമായി പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിനിടെയാണ് പ്രസിഡന്റിന്റെ പ്രതികരണം. ഈ കൂടിക്കാഴ്ചയിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് പരമോന്നത നേതാവിന്റെ ദീർഘവീക്ഷണവും വിനീതവും ആത്മാർത്ഥവുമായ സമീപനമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മുജ്തബ ഖമനേയിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും നിലവിൽ ലഭ്യമല്ല. ഫെബ്രുവരി 28-ന് US-ഇസ്രയേൽ സംയുക്താക്രമണം ആരംഭിച്ചതിന് പിന്നാലെ മുജ്തബ ഖമനേയിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിരുന്നില്ല. അന്നത്തെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് പിതാവ് അലി ഖമനേയി കൊല്ലപ്പെട്ടിരുന്നു. പിന്നാലെ ആക്രമണത്തിൽ മുജ്തബയും കൊല്ലപ്പെട്ടെന്നുള്ള തരത്തിൽ വലിയ തോതിൽ പ്രചാരണം നടക്കുകയും ചെയ്തു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുജ്തബയെ വിദഗ്ധ ചികിത്സകൾക്കായി റഷ്യയിലേക്ക് കൊണ്ടുപോയെന്നും പ്രചാരണങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെല്ലാം കിംവദന്തികൾ മാത്രമാണെന്നും അദ്ദേഹം ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിപ്പുണ്ടെന്നും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ ഊഹാപോഹങ്ങൾക്ക് ശമനമാവുകയായിരുന്നു. ആക്രമണത്തിൽ മാരകമായി മുറിവേറ്റെങ്കിലും മാനസികമായി അദ്ദേഹം കരുത്തനാണെന്നായിരുന്നു ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട്. തന്റെ പിതാവിന്റെ ജീവനെടുത്ത ബോംബാക്രമണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട മുജ്തബ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഖമനേയി ജീവിച്ചിരിപ്പുണ്ടെന്ന വാർത്തകൾക്ക് കരുത്ത് പകരുന്നതായിരുന്നു അക്കാലയളവിലെ പ്രസിഡന്റ് പെസഷ്കിയാന്റെ പ്രസ്താവനകൾ. ഹാർട്ട് സർജറി വിദഗ്ധനും ആരോഗ്യമന്ത്രിയുമായിരുന്ന അദ്ദേഹം ഖമനേയിയുടെ ആരോഗ്യനിലയിൽ പ്രത്യേകം ശ്രദ്ധ കൊടുത്തിരുന്നു. ഇസ്രയേൽ ചാരസംഘടനകൾക്ക് വിവരം ലഭിക്കാതിരിക്കാനായി IRGC സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലും പരമോന്നത നേതാവിനെ സന്ദർശിക്കാൻ അനുവാദം നൽകിയിരുന്നില്ല. കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹങ്ങൾക്കിടെ ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് ഖമനേയി സന്ദേശം അയക്കുകയും ചെയ്തിരുന്നു. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരായ യുദ്ധത്തിൽ നൽകിയ പിന്തുണയ്ക്ക് ഇറാഖിലെ ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പരമോന്നത നേതാവിന്റെ സന്ദേശം ഇറാനിയൻ മാധ്യമങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടത്. 1979-ലെ ഐതിഹാസികമായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് ശേഷം തന്റെ പിതാവിന്റെയും വിപ്ലവ സ്ഥാപകനായ ആയത്തുള്ള റുഹുല്ല ഖമനേയിയുടെയും പിൻഗാമിയായി എത്തുന്ന മൂന്നാമത്തെ പരമോന്നത നേതാവാണ് മുജ്തബ ഖമനേയി. അതേസമയം കുവൈത്തിലും ഖത്തറിലും വീണ്ടും ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഡ്രോൺ ആക്രമണ ശ്രമം തകർത്തെന്ന് കുവൈത്ത് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാന്റെ മുന്നറിയിപ്പിന് പിന്നാലെയായിരുന്നു ആക്രമണം. ഖത്തറിൽ ചരക്കു കപ്പലിന് നേരെയും ഇറാന്റെ ആക്രമണമുണ്ടായി. ഡ്രോൺ ആക്രമണത്തിൽ കപ്പലിന് തീപിടിച്ചെന്നും ആളപായമില്ലെന്നും ഖത്തർ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. അബുദാബിയിൽ നിന്ന് ഖത്തറിലെ തുറമുഖത്തേക്ക് വരികയായിരുന്ന കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഒരു മാസം മുമ്പ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ പ്രാബല്യത്തിലായിരിക്കവെയാണ് വീണ്ടും ഇറാന്റെ പ്രകോപനം. ബ്രിട്ടന്റെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ സെന്റർ പ്രകാരം ദോഹയിൽ നിന്ന് വടക്കുകിഴക്കായി 23 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു ആക്രമണം നടന്നത്. കപ്പലിന്റെ ഉടമസ്ഥരെയോ ഉറവിടമോ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.